നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ പുതിയ ഗതാഗത നിയമം ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ. നിയമം ലംഘിക്കുന്ന വിദേശികളെ നാടുകടത്തും. വിവാദ ലേഖനത്തിൽ ഉറച്ച ശശി തരൂർ. തിരുത്തണമെങ്കിൽ ലേഖനത്തിലെ തെറ്റ് കാണിച്ചു തരട്ടെ എന്നും വികസനത്തിന് രാഷ്ട്രീയമില്ലെന്നും തരൂർ. തരൂരിനെ കുറ്റപ്പെടുത്താതെ കെ സുധാകരൻ. അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗ്. വ്യവസായ മുന്നേറ്റം ഉണ്ടായത് UDF ഭരണകാലത്തെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തരൂരിനെ പിന്തുണച്ച് ഇടത് നേതാക്കൾ. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ ആനന്ദ്കുമാർ എന്ന് പോലീസ്. സ്കൂട്ടർ പദ്ധതിക്ക് വുമൺ ഓൺ വീൽസ് എന്ന് പേരിട്ടത് ആനന്ദ്കുമാർ എന്ന സത്യവാങ്മൂലം. തട്ടിപ്പിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും ഇരകൾ. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിന് വഴിവെച്ചത് അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമെന്ന ഡൽഹി പോലീസ്. അന്വേഷിക്കാൻ 2-അംഗ സമിതിയെ നിയോഗിച്ച റെയിൽവേ. പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിനിൽ കയറാനുള്ള തിരക്കിൽ മരിച്ചത് 18 പേർ. പരിക്കേറ്റ 9 പേരുടെ നില ഗുരുതരം. ചാലക്കുടി പോട്ടയിൽ ബാങ്ക് കവർച്ച നടത്തിയ ആൾ പിടിയിൽ. പിടിയിലായത് ആശേരിപ്പാറ സ്വദേശി റിജോ ആന്റണി. 10 ലക്ഷം രൂപ കണ്ടെത്തി. കൊള്ള നടത്തിയത് കടം വീട്ടാനെന്ന പ്രതി. വാർത്തകൾ വിശദമായി നോക്കിയാൽ കുവൈറ്റിൽ ഏപ്രിൽ 22 മുതൽ പുതിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നിയമലംഘനങ്ങൾ നടത്തുന്ന പ്രവാസികൾ നാടുകടത്തലിന് വിധേയരാകും. 7 വിഭാഗത്തിലുള്ള ഗതാഗത നിയമലംഘനങ്ങൾക്കാണ് നടപടി നേരിടേണ്ടി വരിക. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള അബു ഹസനാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ ഗതാഗത നിയമപ്രകാരം അതാത് റോഡുകളിൽ നിശ്ചയിക്കപ്പെട്ട പരമാവധി വേഗതാ പരിധി 50 കിലോമീറ്ററിൽ അധികമായി വാഹനം ഓടിക്കുക, നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ അല്ലാത്ത റോഡുകളിൽ ബഗ്ഗികൾ ഓടിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയോ പിൻവലിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ലൈസൻസിൽ അനുമതി രേഖപ്പെടുത്തിയ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതോ ആയ വാഹനങ്ങൾ ഓടിക്കുക, നമ്പർ പ്ലേറ്റുകളില്ലാത്ത വാഹനം ഓടിക്കുക, ചുവപ്പ് സിഗ്നൽ മറികടക്കുക, വാഹനത്തിന്റെ അനുമതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വാഹനം ഉപയോഗിക്കുക, പണം ഈടാക്കി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് വാഹനം ഉപയോഗിക്കുക തുടങ്ങിയ ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുന്ന പ്രവാസികളാണ് നാടുകടത്തലിന് വിധേയരായേക്കാവുന്നത്. ഇതിനു പുറമെ മദ്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, വാഹനം നിർത്താനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ആജ്ഞ ലംഘിക്കുക മുതലായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കടുത്ത നടപടി നേരിടേണ്ടി വരും. പോലീസ് സേനയിലെ ഏതൊരു ഉദ്യോഗസ്ഥനും സ്വദേശികൾ ഉൾപ്പെടെയുള്ള നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുവാനും 48 മണിക്കൂർ നേരത്തേക്ക് തടങ്കലിൽ വയ്ക്കുവാനും അധികാരമുണ്ടായിരിക്കുമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള അബു ഹസൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കുവൈത്ത്. UAE-യിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായവരുടെ എണ്ണം 9 മില്യൺ കടന്നുവെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ആകെ 114 മില്യൺ ദിർഹം ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായവർക്ക് ധനസഹായമായി ലഭിച്ചുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജോലി നഷ്ടപ്പെടുന്നവർക്ക് 3 മാസം വരെ അടിസ്ഥാന ശമ്പളത്തിന്റെ 60%, പ്രതിമാസം പരമാവധി 20,000 ദിർഹം വരെ സഹായധനമായി നൽകുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി. സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണമെന്ന് നിർബന്ധമുണ്ട്. 2024 അവസാനത്തോടെ UAE-യിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അർഹരായ 83% പേരും പദ്ധതിയിൽ ചേർന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുവൈറ്റിൽ അത്യാധുനിക ടെലികമ്മ്യൂണിക്കേഷൻ തട്ടിപ്പിൽ 6-അംഗ ചൈനീസ് പൗരന്മാരുടെ സംഘം അറസ്റ്റിലായി. ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ ലക്ഷ്യമിടാനും തട്ടിപ്പ് സന്ദേശങ്ങൾ അയക്കാനും ആൾമാറാട്ടം നടത്തി ഇരകളെ കബളിപ്പിക്കാനും വഞ്ചിക്കാനും സംഘം വിപുലമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ. തുടരന്വേഷണത്തിൽ ഒരു സ്വദേശി പൗരനെയും ഈജിപ്ഷ്യൻ പൗരനെയും അറസ്റ്റ് ചെയ്തു. വാണിജ്യ വിസയിൽ ചൈനീസ് പ്രതികളെ കുവൈറ്റിലേക്ക് കൊണ്ടുവന്നതിന് ഉത്തരവാദികളായ കമ്പനികൾ സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അധികൃതർ കണ്ടെത്തി. കുവൈറ്റിലെ വിപണി നിയന്ത്രിക്കുന്നതിനും വിലകൃത്രിമം തടയുന്നതിനും വാണിജ്യ വ്യവസായ മന്ത്രാലയം പരിശോധന ശക്തമാക്കുന്നു. കൊമേഴ്ഷ്യൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരിയുടെ നേതൃത്വത്തിൽ ഷുവൈക്കിൽ നടന്ന ക്യാമ്പയിനിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. വിവിധ ഗവർണറേറ്ററുകളിൽ സമാനമായ പരിശോധന ക്യാമ്പയിനുകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. സഹകരണ സംഘങ്ങൾ, മൊത്തവ്യാപാര വിപണികൾ, സൂപ്പർ മാർക്കറ്റുകൾ, മന്ത്രാലയത്തിന്റെ അധികാര പരിധിയിലുള്ള എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
കുവൈറ്റിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചില പ്രദേശങ്ങളിൽ നേരിയതോ മിതമോ ആയ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നും ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ ആക്ടിംഗ് ഡയറക്ടർ ധീരാർ അൽ അലി പറഞ്ഞു. പൗരന്മാരോടും താമസക്കാരോടും ജാഗ്രത പാലിക്കണമെന്നും സഹായം ആവശ്യമുണ്ടെങ്കിൽ അടിയന്തര നമ്പറായ 112 വിളിക്കാൻ ഫയർഫോഴ്സ് അറിയിച്ചു. കേരളത്തെ മാർക്കറ്റ് ചെയ്യേണ്ടത് സംസ്ഥാനത്തിന്റെ ആവശ്യമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഭാവി തലമുറയുടെ മികച്ച അവസരങ്ങൾക്കായി കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തണം. ഇൻവെസ്റ്റ് കേരള സബ്മിറ്റ് ഇതിനുള്ള മികച്ച അവസരമാണെന്നും കേരളത്തിലെ സാധ്യതകൾ എന്തെല്ലാമെന്ന് ലോകത്തെ കൂടുതൽ അറിയിക്കണമെന്നും MA യൂസഫ് അലി പറഞ്ഞു. IT, ടൂറിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വിവിധ രംഗങ്ങളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വരണമെന്നും സ്വദേശത്ത് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടണമെന്നും അദ്ദേഹം ദുബായിൽ വ്യക്തമാക്കി. നമ്മുടെ സ്റ്റേറ്റിൻ്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം. അപ്പോൾ പഴയ കാലത്തുള്ള ഇൻഡസ്ട്രികളൊക്കെ ഇപ്പോൾ അസ്തമിച്ച് കഴിഞ്ഞു. ഈ പുതിയ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി, IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ഇനിയും വന്നാൽ മാത്രമേ നമ്മുടെ യങ് ജനറേഷൻ അപ്പോൾ അവർക്ക് അവിടെ ജോലി കിട്ടണം. അതിനുവേണ്ടി കേരളത്തിൻ്റെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് കേരള. പ്രമുഖ റീറ്റെയിലറായ ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ദുബായിലെ സത്വയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് ലാൻഡ് വിഭാഗം CEO മാജിദ് സക്കർ അൽമറി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. ദുബായിലെ 28ാമത്തേതും UAE-യിലെ 112ാമത്തേതുമാണ് സത്വയിൽ തുറന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ്. സത്വ, ജാഫ്ലിയ, ജുമേറ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിവിധ രാജ്യക്കാരായ താമസക്കാർക്ക് സൗകര്യപ്രദമായ വിധത്തിലാണ് ഹൈപ്പർ മാർക്കറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 62,000 ചതുരശ്രടി വിസ്തൃതിയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഫ്രഷ് മാർക്കറ്റും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുമുണ്ട്. ഗ്രോസറി, ബേക്കറി, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, IT, ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. വിപുലമായ ഇ-കൊമേഴ്സ് സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. 3 മുതൽ 5 വർഷത്തിനകം 100 ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന IPO പ്രഖ്യാപനത്തിന് ശേഷമുള്ള ലുലുവിന്റെ 23ാമത്തെ സ്റ്റോറാണ് സത്വയിലേത് എന്ന് MA യൂസഫ് അലി പറഞ്ഞു. ഇത് വളരെ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് ദുബായിൽ സത്വ എന്ന് പറയുന്നത്. ലുലു റീറ്റെയിലിൻ്റെ ഞങ്ങളുടെ സ്ലോഗൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഗുഡ് ക്വാളിറ്റി, ഗുഡ് പ്രൈസ്, ഗുഡ് സർവീസ്, ഗുഡ് പാർക്കിംഗ് ആൻഡ് ഗുഡ് ഇ-കൊമേഴ്സ്. ഒന്നും കൂടി ഞങ്ങളിപ്പോൾ ആഡ് ചെയ്തു. ഞങ്ങൾ ഇ-കൊമേഴ്സ് വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. ദുബായിൽ 4 പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി അടുത്ത് തന്നെ ആരംഭിക്കും. UAE-യുടെ വടക്കൻ എമിറേറ്റുകളിലും പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്ന് യൂസഫ് അലി അറിയിച്ചു. CEO സൈഫി രൂപവാല, ലുലു ഗ്രൂപ്പ് ഡയറക്ടർ MA സലീം, ലുലു ദുബായ് റീജിയണൽ ഡയറക്ടർ തമ്പാൻ പൊതുവാൾ എന്നിവരും സംബന്ധിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ജിദ്ദ പ്രവാസി വെൽഫെയർ വെസ്റ്റേൺ റീജിയന്റെ ആഭിമുഖ്യത്തിൽ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. ജിദ്ദ സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ പല സംഭവ വികാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജാതി സെൻസസ് എന്ന ആവശ്യം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും ഹമീദ് വാണിയമ്പലം പറഞ്ഞു. അബൂബക്കർ അരിമ്പ്ര, മാമദു പൊന്നാനി, കബീർ കൊണ്ടോട്ടി, VP മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് റഹീം ഒതുക്കുങ്ങൽ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കണ്ണൂർ, യൂസഫ് പരപ്പൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, വിവാദ ലേഖനത്തിൽ നിലപാട് ആവർത്തിച്ച് ശശി തരൂർ. നല്ല കാര്യം ചെയ്താൽ അത് അംഗീകരിക്കണം. നല്ലത് ചൂണ്ടിക്കാട്ടിയതിനൊപ്പം തൊഴിലില്ലായ്മ പോലുള്ള കേരളത്തിലെ പല പ്രധാന പ്രശ്നങ്ങളെപ്പറ്റിയും ലേഖനത്തിൽ പറയുന്നുണ്ടെന്നും തരൂർ പറഞ്ഞു. താൻ എഴുതിയ ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് വിമർശിക്കുന്നവർ കാണിച്ചു തരട്ടെ എന്നും തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തി എഴുതാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല, സംസാരിക്കില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്ക് ഒരു 100% മാർക്ക് കൊടുത്തിട്ടില്ല. അതേസമയം ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് തരൂർ നേരത്തെയുള്ള നിലപാട് മയപ്പെടുത്തി. വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങളിൽ CPM വരുത്തിയ മാറ്റമാണ് ലേഖനമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശി തരൂർ വിശദീകരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണം.
കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രശംസിച്ചുകൊണ്ടെഴുതിയ ലേഖനത്തെ ന്യായീകരിച്ചാണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ലേഖനത്തിൽ കടുത്ത അമർഷമാണ് കോൺഗ്രസിനുള്ളത്. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖനം സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും തള്ളിയിട്ടും തരൂർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസിൽ അതൃപ്തി വർദ്ധിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശി തരൂർ നിലപാട് മയപ്പെടുത്തിയത്. ആദ്യമായി കേരളത്തിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയത് ആന്റണി സർക്കാരാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടത് ഭരണത്തിന് കീഴിലെ കേരളത്തിലെ മാറ്റങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ ലേഖനത്തെ എതിർത്തും പിന്തുണച്ചും നേതാക്കൾ രംഗത്തെത്തി. ലേഖനത്തെ സംബന്ധിച്ചുള്ള UDF-ൽ അതൃപ്തി പുകയുമ്പോൾ തരൂരിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് ഇടത് നേതാക്കൾ. അതേസമയം രാഷ്ട്രീയ വിമർശനം പറയേണ്ട വേദിയിൽ ലീഗ് പറയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. സർക്കാർ അനുകൂല പ്രസ്താവന നടത്തിയ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് UDF കൺവീനർ MM ഹസൻ രംഗത്തെത്തി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും മാറി നിന്ന് വേണം തരൂർ സ്വതന്ത്രമായ അഭിപ്രായം പറയാനെന്നും വിഷയം പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും ഹസൻ പറഞ്ഞു. വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി കേരളത്തിലെ ഒരു MP അല്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോട് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ. വിവാദ ലേഖന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗും രംഗത്തെത്തി. രാഷ്ട്രീയ സാഹചര്യം ലീഗ് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ലീഗെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത് സംബന്ധമായ പൊളിറ്റിക്സ് ഒക്കെ പറയണം എന്നുണ്ടെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാൻ അറിയാവുന്ന സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതേസമയം തരൂരിനെ പിന്തുണച്ച് KN ബാലഗോപാലും ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തി. കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് ശശി തരൂർ പറഞ്ഞതെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. എന്നാൽ ശശി തരൂരിന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. ശ്രീ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ എല്ലാവരും ഇന്നിപ്പോൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് നീതി ആയോഗിന്റെ കണക്കുകളിലാണ് കേരളത്തിന്റെ നേട്ടങ്ങളിൽ ഏറെ പോയിന്റ് ഉള്ളത്. തരൂർ ഒരുപാട് അനുഭവ പാടവമുള്ള ആളാണെന്നും കോൺഗ്രസിലെ തന്നെ നിരവധി നേതാക്കൾ പ്രശംസയുമായി വരുമെന്നും ലോകം കണ്ടിട്ടുള്ള ആൾ പറയുന്നത് വിശ്വസിച്ചല്ലേ പറ്റൂ എന്നുമായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. വസ്തുത പൊതുസമൂഹത്തിനു മുൻപിൽ പറയുക മാത്രമാണ് ശശി തരൂർ MP ചെയ്തതെന്നായിരുന്നു CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. തരൂരിനെ എതിർക്കുന്നവർ വസ്തുതകൾ വച്ചു വേണം ശശി തരൂരിനെ നേരിടാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശശി തരൂരിന്റെ പ്രസ്താവന വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനോ സമീപിക്കാനോ കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിന്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ന്യൂസ് ഡെസ്ക്, അമൃത TV. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 18ആയി. 9 പേരുടെ നില അതീവ ഗുരുതരം. ദുരന്തത്തിന് വഴിവെച്ചത് അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമെന്നാണ് ഡൽഹി പോലീസിന്റെ വിശദീകരണം. റെയിൽവേ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയും അലംഭാവവുമാണ് അപകടത്തിന് കാരണമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. മരിച്ചവരിലേറെയും കുംഭമേളയ്ക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയവരായിരുന്നു. പ്രയാഗ്രാജിലേക്ക് പോകാനുള്ള 2 തീവണ്ടികളുടെ പേരിലുണ്ടായ ആശയക്കുഴപ്പമാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന വിശദീകരണം. പ്രയാഗ്രാജ് സ്പെഷ്യൽ ട്രെയിൻ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഉടൻ എത്തിച്ചേരുമെന്നായിരുന്നു റെയിൽവേ അധികൃതർ നൽകിയ അറിയിപ്പ്. ഇത് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പ്രയാഗ്രാജ് എക്സ്പ്രസിന് കാത്തിരുന്നവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഈ യാത്രക്കാർ കൂട്ടത്തോടെ പോയതുമാണ് ദുരന്തത്തിന് കാരണമായത്. അതേസമയം റെയിൽവേയുടെ പരാജയമാണ് അപകട കാരണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. സർക്കാരിന്റെ വിവേകശൂന്യത ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടുന്നതാണ് ഈ ദുരന്തമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേരുകയും DCP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് റെയിൽവേയും ഉത്തരവിറക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളക്കാരൻ പോലീസിന്റെ പിടിയിൽ. ചാലക്കുടി സ്വദേശിയായ റിജു ആന്റണിയാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് പോലീസ് 10 ലക്ഷം രൂപ കണ്ടെടുത്തു. ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് മോഷ്ടിച്ചത് എന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി. വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കവർച്ച നടന്ന 3-ാം ദിവസമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച് 15 ലക്ഷം രൂപയാണ് പ്രതി കവർന്നത്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ ആനന്ദ് കുമാർ എന്ന പോലീസ്. സ്കൂട്ടർ പദ്ധതിക്ക് വുമൺ ഓൺ വീൽസ് എന്ന് പേരിട്ടത് ആനന്ദ് കുമാർ എന്ന് കണ്ണൂർ പോലീസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം. ആനന്ദ് കുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്താണ് പോലീസ് സത്യവാങ്മൂലം നൽകിയത്. അനന്തകൃഷ്ണനുമായി ആനന്ദ് കുമാറിന് അവിശുദ്ധ ബന്ധമായിരുന്നു. NGO കോൺഫെഡറേഷനിൽ ആനന്ദ് കുമാർ ചെയർമാനായിരിക്കെ പണപ്പിരിവ് നടന്നു. രാജിവെച്ചതുകൊണ്ട് തട്ടിപ്പിൽ പങ്കില്ലെന്ന് പറയാൻ കഴിയില്ല എന്നും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് പറഞ്ഞു. പാതിവില തട്ടിപ്പിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാതെ വന്നതോടെ കോടതിയെ സമീപിക്കാനൊരുങ്ങി ഇരകൾ. വിവിധ ജില്ലകളിൽ നിന്നുള്ള തട്ടിപ്പിനിരയായ 45ഓളം വനിതകൾ കോഴിക്കോട് ബീച്ചിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിലെ തട്ടിപ്പിനിരയായവരാണ് വാട്സപ്പ് കൂട്ടായ്മ വഴി കോഴിക്കോട് ഒരുമിച്ച് ചേർന്നത്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരകൾ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും ഇവർ പരാതി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ ഏജൻസി ഈ NGO കോൺഫെഡറേഷൻ്റെ കീഴിലാണ് അവർ ഈ പറയുന്ന പൈസ പിരിച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് ഈ NGO കോൺഫെഡറേഷനായിട്ടോ നമുക്കൊരു ബന്ധമില്ല. നമ്മുടേത് പൈസ പിരിച്ചേക്കുന്നത് നമ്മുടെ ലോക്കലിലുള്ള ആൾക്കാരും ഈ പറയുന്ന ഹവൽദാർ ഏജൻസിയിലാണ് ഞാൻ പൈസ കൊടുത്തത്. നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന നിലപാടാണ് തട്ടിപ്പിനിരയായവർക്കുള്ളത്. പാതിവില തട്ടിപ്പിനെതിരെ പരാതികൾ ഉയർന്നു വന്നതോടെ പുതിയതായി തട്ടിപ്പിൽ അകപ്പെട്ടവരുടെ പണം ഇരകളിൽ ചിലർക്ക് റീഫണ്ടായി നൽകിയെന്നും ഇവർ പറയുന്നു. ഓരോരോ ആളുകൾക്ക് FIR എഴുതാൻ പറ്റില്ല. 10 ആൾ കൂടി 20 ആൾ കൂടിയൊക്കെ FIR എഴുതാന്നാണ് പറഞ്ഞത്. അവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. സ്ലിപ്പും കാര്യമൊന്നും തന്നിട്ടില്ല. വണ്ടിക്ക് വേണ്ടിയിട്ട് 60,000 രൂപ അടിച്ചത്. ഒരു 4 മാസം നിൽക്കാൻ പറഞ്ഞു. പിന്നെ 6 മാസം നിന്ന് 7 മാസം നിന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ കുറച്ച് ആളുകൾക്ക് വണ്ടി കൊടുത്ത്. അപ്പം പിന്നെ നമുക്കൊരു വിശ്വാസമാണല്ലോ. ഇരയായവർക്ക് പിന്തുണയുമായി മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്. കാലങ്ങളായി കൊച്ചിയിലെ ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മാലിന്യ പ്രശ്നം. നഗരത്തെ മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതികൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് സർക്കാർ ഉൾപ്പെടെയുള്ള അധികൃതർ പറയുന്നത്. എന്നാൽ കൊച്ചിയുടെ പല ഭാഗത്തും ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് അറവുശാലകളിൽ അടക്കമുള്ള മാലിന്യങ്ങളാണ്. മാലിന്യം തടഞ്ഞ് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിട്ടും അനങ്ങാപ്പാറയായി തുടരുകയാണ് അധികൃതർ. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും കേരളത്തിനും കൊച്ചിക്കാർക്കും കൊടുത്ത വാക്കുപാലിച്ചെന്നുമാണ് ഈയടുത്ത് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. ബ്രഹ്മപുരത്തെ മാലിന്യം നീക്കം ചെയ്ത് പൂങ്കാവനമാക്കി മാറ്റിയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ബ്രഹ്മപുരം ഉൾപ്പെടെ 10 സ്ഥലങ്ങളിൽ ബയോമൈനിങ്ങിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 25 സ്ഥലങ്ങളിൽ അത് ആരംഭിച്ചു. അടുത്തൊരു വർഷത്തോടെ ഒരു ഡംപ് സൈറ്റ് പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിയും. എന്നാൽ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ ഇപ്പോഴും മാലിന്യക്കൂമ്പാരമായി തുടരുകയാണ്. അറവുശാലകളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് നഗരവീഥികളിൽ കെട്ടിക്കിടക്കുന്നത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തി മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണ്. ആളൊഴിഞ്ഞിടങ്ങളെല്ലാം മാലിന്യം നിക്ഷേപിക്കാനുള്ള കേന്ദ്രങ്ങളായി കഴിഞ്ഞു. കൊച്ചിയുടെ പ്രധാന ഭാഗമായ കളമശ്ശേരിയിലും കലൂരിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. കളമശ്ശേരി ചാക്യാടം ഭാഗത്തെ പ്രദേശവാസികൾ മാലിന്യം തടഞ്ഞ് വഴി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ്. മാലിന്യ നിക്ഷേപം തടയാനും കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യാനും മുനിസിപ്പാലിറ്റി അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് പരാതി. ഇതൊരു വലിയൊരു വഴിയല്ലേ. ഇതിൽ പോകാൻ നേരത്തെ എല്ലാവർക്കും അറിയാം ഇവിടെ വേസ്റ്റ് ഒരുപാട്. ഇവിടെ മാത്രമല്ല അപ്പുറത്തും കിടപ്പുണ്ട്. എല്ലാ സൈഡിലും വെറുതെ വലിച്ചെറിഞ്ഞ് മഞ്ഞുമേൽ നിന്നും കുറേ പേര് വരും. ഇത് ആൾ കണ്ടില്ലെങ്കിൽ അപ്പം തന്നെ ഇത് നോക്കി, ഇത് നിങ്ങളൊന്ന് നോക്കി കാണുന്നതൊക്കെ അത്രയും വൃത്തികെട്ട വേസ്റ്റാണ് ഇവിടെ ഇടുന്നത്. മുടി, പിന്നെ ഇറച്ചിയുടെ വേസ്റ്റുകൾ, പിന്നെ എന്ന് വേണ്ട സകലതും ഇവിടെ കൊണ്ടുവന്ന് ആരും ഇല്ലല്ലോ. ഈ വിജനമായിട്ട് കിടക്കണേ. എന്നാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒരെണ്ണം കൊണ്ട് ചിലപ്പോൾ കത്തില്ല. ഇവിടെ ഒരു ശക്തമായിട്ട് ഇവിടെ ഒരു ക്യാമറയും ഫിറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ മുനിസിപ്പാലിറ്റി ആക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപത്തെ പ്രധാന റോഡുകളിലും സമാന സാഹചര്യമാണ്. ദിനംപ്രതി നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴികളിൽ മാലിന്യം മൂലം മൂക്കുപൊത്താതെ നടക്കാൻ സാധിക്കില്ല. മാസങ്ങളായി ഇവിടെ ഈ വേസ്റ്റ് ഇങ്ങനെ വന്ന് കൂമ്പൽ പോലെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്.
ഇതിന് GCDനെ അറിയിച്ചിട്ട് യാതൊരു പരിഹാരവും കാണുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നിരന്തരം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. അടുത്ത വീടുകളിലൊക്കെ ഈച്ച ശല്യം കൊണ്ട് പാടില്ല. ജനങ്ങളെ മൊത്തം പൊറുതിമുട്ടിയേക്കുന്നത്. പോരാതെ GCDക്ക് 28 ലക്ഷം രൂപ ഓരോ വർഷവും ക്ലീനിങ്ങിനായിട്ട് ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. ഇതൊന്നും GCD ഇവിടെ ഒന്നും ചെയ്യാതെ കണ്ടില്ല എന്ന വിധത്തിൽ കണ്ണ് അടച്ച് ഇരിക്കുന്നൊരു പ്രകൃതമാണ് കാണുന്നത്. ഇതൊരു 6 മാസങ്ങളിൽ ചുരുങ്ങിയതായിട്ടുണ്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ കോർപ്പറേഷൻ കയറി ചെയ്യേണ്ടതല്ലെങ്കിലും ഡെയിലി എന്ന് പറയുന്നത് നമ്മുടെ വർക്കേഴ്സ് നീക്കം കൊണ്ടുകൊണ്ട് ഈ മല ഇത്തിരി ചെറുതായി കിടക്കുന്നു. അല്ലെങ്കിൽ ഇതൊരു ബ്രഹ്മപുരമായി മാറിയേനെ. കൊച്ചിയെ മാലിന്യമുക്തമാക്കിയെന്നത് വെറും അവകാശവാദം മാത്രമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ചുറ്റിലും ഉള്ളത്. കൊച്ചിയെ മാലിന്യമുക്തമാക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ നടക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും ഈ കാണുന്നത് കൊച്ചിയിലെ തന്നെ മാലിന്യ കൂമ്പാരമാണ്. അതായത് അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചീഞ്ഞുനാറിയ അവസ്ഥയിലായിട്ട് പോലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ക്യാമറമാൻ P. ശശികാന്തിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. ക്ഷേത്ര സമന്വയ സമിതി ഏർപ്പെടുത്തിയ ക്ഷേത്രബന്ധു പുരസ്കാരം അമൃത TVക്ക് സമ്മാനിച്ചു. ഹൈന്ദവ പുരോഗതി മുൻനിർത്തിയുള്ള പരിപാടികൾ പരിഗണിച്ചാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയിൽ നിന്നും അമൃത TV സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസർ GR ശ്രീദേവി പുരസ്കാരം ഏറ്റുവാങ്ങി. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടുന്നതായി സ്ഥിരീകരിച്ച് ഇറാൻ. യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. നിമിഷയുടെ മാത്രമല്ല മറ്റു പലരുടെയും മോചനത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറിയിച്ചു. നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ $40,000 കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയിരുന്നു. ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപരോധ സമരം നടത്തി. കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. റോഡുകൾ നന്നാക്കാൻ അധികൃതർ തയ്യാറായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയപാത ഉപരോധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ പ്രദേശത്തേക്ക് ഗതാഗതയോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും MLA-യുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. யாருமே இந்த விஷயத்தை திரும்பி பார்க்காவிட்டா அதிசக்தமான போராட்டத்தை சின்னக்கானல் மண்டல காங்கிரஸ் கமிட்டி NH ரோடு மறிச்சு இந்த போராட்டத்தை வெளிப்படுத்த என்பதை இந்த வாயிலாக உங்களுக்கு நான் தெரியப்படுத்திக் கொள்கின்றேன். റോഡുകൾ അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ ദേശീയപാത ഉപരോധം അടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി. 4 ജീവനുകളെ ജീവിതത്തിലേക്ക് തിരികെ നടത്തി മരണത്തിലും മാതൃകയായി തിരുവനന്തപുരം വർക്കല സ്വദേശിയായ ഒരു അധ്യാപകൻ. പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ R. രാജേഷാണ് നന്മയുടെ പാഠം സമൂഹത്തിന് മുന്നിൽ പകർന്നു നൽകിയിരിക്കുന്നത്. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഫെബ്രുവരി 8-നാണ് രാജേഷിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 13-ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഭാര്യ സംഗീത, മക്കൾ ഹരിശാന്ത്, ശിവശാന്ത് എന്നിവർ സമ്മതം നൽകിയതോടെയാണ് അവയവദാനത്തിന് വഴിയൊരുങ്ങിയത്. അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് ഇങ്ങനെ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഡോക്ടറും പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എല്ലാവർക്കും നന്മയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിൽ ഇങ്ങനെയൊരു നന്മയും കൂടെ ചെയ്തിട്ടങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. 2 വൃക്കകളും നേത്രപഠനങ്ങളുമാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിനും മറ്റൊന്ന് കിംസ് ആശുപത്രിക്കും നൽകി. നേത്രപഠനങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിക്കാണ് നൽകിയത്. സർക്കാരിന്റെ അവയവദാന പദ്ധതിയായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. ജീവിതകാലം അത്രയും നാടിന് നന്മ മാത്രം ചെയ്തിരുന്ന തന്റെ അച്ഛൻ മരണത്തിലൂടെയും പകർന്ന ഈ നല്ല സന്ദേശത്തിൽ അഭിമാനമാണെന്ന് മകൻ ഹരിശാന്ത് അമൃത വാർത്തകളോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഭയങ്കര കുറവാണ് ഇങ്ങനെ ഓർഗൻ ഡൊണേഷൻ. ഗവൺമെൻറ് പോർട്ടൽ ത്രൂ അവരായിട്ട് അസൈൻ ചെയ്യുന്നതാണ് ഏതൊക്കെ ഓർഗൻസ് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന്. അതെല്ലാം മനസ്സിലാക്കി നമുക്കത് അതിൽ പ്രത്യേകിച്ച് ഇനി അവർ വേറെ ഒരു മാനിപ്പുലേഷനും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിനൊരു തീരുമാനം എടുത്തത്. പ്രിയപ്പെട്ടവന്റെ വേർപാടിന്റെ വേദനയിലും അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്കായി ദാനം ചെയ്യാൻ കാണിച്ച കുടുംബത്തിന്റെ ഉദാര മനസ്സിന് ആരോഗ്യമന്ത്രി വീണ ജോർജും നന്ദി അറിയിച്ചു.
പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന രാജേഷ് സാർ ജീവിതത്തിലുടനീളം വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കുമെല്ലാം ഒരു നല്ല മാതൃകയായിരുന്നു. ഒടുവിൽ അവയവദാനത്തിലൂടെ മരണത്തിലും ആ മാതൃക പിന്തുടർന്നിരിക്കുന്നു. പ്രതിവാളത്തുകളൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം. (2025) ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾക്ക് ചെറിയ തിരിച്ചടി. ദുബായിൽ ടീമിന്റെ ആദ്യ പരിശീലനത്തിൽ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ ഋഷഭ് പന്തിന് കാൽമുട്ടിന് പരിക്കേറ്റു. ഇന്നലെ ദുബായിലെത്തിയ ടീം ഇന്നാണ് പരിശീലനത്തിനിറങ്ങിയത്. പന്തിന്റെ കാൽമുട്ടിനേറ്റ പരിക്ക് ആദ്യം ആശങ്കയുയർത്തിയെങ്കിലും താരം അധികം വൈകാതെ വീണ്ടും പരിശീലനത്തിനിറങ്ങി. ഇന്ത്യ ബാക്കപ്പ് കീപ്പറായാണ് പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. KL രാഹുൽ തന്നെയാകും ഇന്ത്യയുടെ പ്രധാന കീപ്പർ. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.